നമസ്കാരം, എല്ലാവർക്കും വലിയസ് വേൾഡ് ഇതിലേക്ക് സ്വാഗതം. പിന്നെ എന്ത് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇപ്പോൾ കുറേ നാളെ ഇപ്പോൾ തിരുപ്പതിയിലെ വ്ളോഗ് കണ്ടു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഒരു പരാതി ഉണ്ട്, ഞാൻ വ്ളോഗ് അധികം ചെയ്യണില്ല. ട്രാവൽ വ്ളോഗായി, ഫങ്ഷൻ വ്ളോഗായി, പിന്നെ ഇപ്പോൾ ഇതാ ഡാൻസിലേക്കും വന്നു എന്ന് പറഞ്ഞാൽ. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ. സത്യം ചെറുപ്പത്തിൽ ഞാൻ പ്രാവശ്യം പഠിക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 30ാമത്തെ വയസ്സിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ഒന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. സത്യം എന്തൊരു ശാപമാണോ എനിക്കറിയില്ല. അതിൻ്റെ ആഗ്രഹപ്രകാരം ആ പഠിക്കാൻ എന്തായാലും ഞാൻ പഠിക്കും, എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എത്ര പ്രായമായാലും എനിക്ക് പഠിക്കും ഞാൻ. പക്ഷേ ചിലപ്പോൾ അതിനോടുള്ള ഭയങ്കര ആവേശം കാരണമായിരിക്കാം ഞാൻ ഡാൻസ് കളിക്കുന്നത്. ഒരുപാട് പേര് സ്വീകരിച്ചു അത്. സത്യം പറഞ്ഞാൽ കുറേ പേര് പറഞ്ഞു നന്നായിട്ടുണ്ട്, ഈ പ്രായത്തിൽ നീ കളിക്കുന്നുണ്ടല്ലോ, സപ്പോർട്ട് അല്ല, കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇനിയും കളിക്കാൻ പറഞ്ഞു. പിന്നെ ഓരോരുത്തർ വീഡിയോ അയച്ചു തന്നു എനിക്ക്, ഈ പാട്ട് കളിക്ക് ചേച്ചി, ഈ പാട്ട് ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. വളരെ സന്തോഷമുണ്ട്, എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. കുറേ പേര് പറഞ്ഞു എന്താ പറയുക, വ്ളോഗാണ്, ഫാമിലി വ്ളോഗറാണ്, അപ്പോൾ ആ വ്ളോഗിൻ്റെ ആ വീഡിയോസ് ചെയ്യണതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ലത്, അല്ലാതെ ഡാൻസ് നിങ്ങൾക്ക് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഒരു ജോത്സ്യൻ്റെ ഭാര്യയാണ് ഞാൻ, ആള് അപ്പം ഞങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അമ്പലം കാര്യങ്ങൾ, ജ്യോതിഷം അങ്ങനെയൊക്കെ. പിന്നെ ആള് കൂടുതലും ഒന്നിലും കാണാറുണ്ടല്ലോ നിങ്ങൾ, കൂടുതലും അങ്ങനെ ഓൾറെഡി ആൾ ബിസിയാണ്, ഒന്നിലും അങ്ങനെ വീഡിയോസിലൊന്നും തന്നെ അധികം വരാറില്ല. പിന്നെ ആൾക്കെന്ന് പറഞ്ഞാൽ നീ ആയി നിൻ്റെ യൂട്യൂബ് ചാനലായി, വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്യണോണ്ടാ ആടണോണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ആള് പറഞ്ഞു ജോത്സ്യൻ്റെ ഭാര്യയായിട്ട് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നീ കടിച്ചമർത്തി ജീവിക്കണ്ട, നീ ഇഷ്ടം പോലെ നീ ആടിക്കോ എന്നും പറയുന്നുണ്ട് ആള്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ സത്യം ഇപ്പോൾ 4-5 വർഷം കഴിഞ്ഞാൽ മോളുടെ കല്യാണമായി. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മാറും. അപ്പോൾ നമ്മൾ ആരാണ്? അമ്മായിമ്മേ. അപ്പോൾ നമുക്കൊന്നും ഇങ്ങനെ കാണിച്ചു കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പരമാവധി എൻജോയ് ആയിട്ടാണ് ഇത് ചെയ്യണത്. പല പല വിമർശനങ്ങളുണ്ട്, പക്ഷെ അവരോടെല്ലാം എന്നോട് പൊറുക്കണം. ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്, വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ്. തെറ്റുകൾ ഉണ്ടാവാം, പിന്നെ അതുകൂടാതെ ചിലപ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഡാൻസ് കളിക്കുമ്പോഴേ. എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല തടിച്ച ശരീരമാണ്, അപ്പോൾ ഒരു വഴക്കക്കുറവാണത്. അല്ലാതെ പിന്നെ എനിക്കറിയില്ല, അത് സത്യം, എനിക്കറിയില്ലാത്ത ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. എനിക്ക് അതിലൊരു നാണക്കേടുമില്ല. അപ്പം അതുകൊണ്ട് മാത്രമായിരിക്കാം. പക്ഷെ പിന്നീട് നമുക്ക് വിഷമിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ നീ അന്ന് യൂട്യൂബ് ചാനലുണ്ടായിട്ട് ഞാൻ ഡാൻസ് കളിച്ചില്ലല്ലോ, നമുക്കങ്ങനെ വിഷമിക്കാൻ പാടില്ല. ഇപ്പം എന്തായാലും ഞാനിനി ഡാൻസായിട്ട് ഇനി പോവും, പക്ഷെ കുറച്ചും കൂടി ഞാൻ സെലക്റ്റീവ് ആവുമെന്ന് മാത്രം. ഓക്കെ. അപ്പേ നേരത്തെ എന്തിനാ ഇന്നത്തെ വീഡിയോസ് ഞാൻ പറയാൻ പറഞ്ഞു കേട്ടോ, സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഒരു ട്രാവല്, പിന്നെ ഔട്ടിംഗ് ഒക്കെ ആയിട്ട്. ജസ്റ്റ് ഒരു പിള്ളേരുണ്ട്, കാർത്തിയുണ്ട്, ഭദ്രക്കുട്ടിയുണ്ട്, നേട്ടനുണ്ട്. അപ്പൊ ഞങ്ങള് ഒരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടാ. അപ്പോൾ ഞാൻ ആദ്യം കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ പിന്നെ ഞാൻ ഫങ്ഷൻസിന്റെ വീഡിയോസായി, പിന്നെ അത് കഴിഞ്ഞപ്പോ ഡാൻസായി. അപ്പൊ എല്ലാരും പറഞ്ഞു നിന്റെ കൂടുതലും വ്ളോഗ്സ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്, ഡാൻസ് ഇഷ്ടമുണ്ട്, പക്ഷെ എന്നാലും കൂടുതലും സെലക്റ്റീവായി ഞാൻ പോവാണ് ഞാൻ ഡാൻസിൽ കൂടുതലും. പിന്നെ അതുകൂടാതെ അപ്പൊ അത് കാണെങ്കിൽ ഞാൻ കുഞ്ഞു അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കാണണം. എന്റെ മുക്കുത്തി ഇഷ്ടമായില്ല എന്നൊക്കെ. എങ്ങനെയുണ്ട്? പുതിയ മുക്കുത്തി ഒന്നേട്ടോ വാങ്ങിച്ചതാ, ഇഷാര എന്നാ വാങ്ങിച്ചത്. മറ്റേ സുബ്ബലക്ഷ്മി അമ്മയില്ലേ, മറ്റേ പാട്ടുകാരി, നമ്മുടെ ഫേമസ് സിംഗർ സുബ്ബലക്ഷ്മി, അവരുടെ മൂക്കുത്തി പോലത്തെ മൂക്കുത്തിയാണ്, പറഞ്ഞ് പണിയിപ്പിച്ചതാണ്. ഇഷാര ഗോൾഡിന്നാണ് മറ്റേ തുപ്രയാറ് എടുത്തത്. നന്നായിട്ടില്ലേ? വലുതായിട്ടുണ്ടല്ലോ, കുറച്ച് ചക്കിയിട്ടുണ്ട് അല്ലേ കാർത്തിയെ? ചിരിക്കണ്ടല്ലോ പോലത്തെ. അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടാ.
ഐസ് ഇവിടെ നല്ല ഷോപ്പിംഗ് നടക്കാണ്. ഇവിടെ അച്ചമ്മയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മള് ഒരു അടിയിലേക്കാണ്. ഇവർക്ക് രണ്ടുപേരും ഡ്രസ് എടുത്തിട്ട് നമ്മൾ രസമുണ്ട്. ഒന്നും ചെയ്യണ്ട, അടിപൊളിയാനായി. അച്ഛാ എനിക്കിഷ്ടായത് രണ്ടും കൊള്ളാം. രണ്ട് സ്റ്റാൻഡുള്ളതാണ്. രണ്ടും ഇഷ്ടമായി. രസമുണ്ട്. അത് ഭയങ്കര നല്ല ആക്യുറേറ്റ്. അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സിലേക്ക് പോയി. അപ്പൊ ഇതാ വലപ്പാടുള്ള ലോഫ്റ്റ് അവിടേക്ക് വന്നിരിക്കുന്നത്. അടിപൊളി കളക്ഷൻ ആട്ടോ, സൂപ്പറാണ്. ഇവിടെ വരുന്ന ജെൻസിന്റെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ ഷൂസ് ഉണ്ട്, പിന്നെ കുറെ അവർക്ക് വേണ്ട ഓർണമെന്റ്സ് എല്ലാതും ഉണ്ട് ഇവിടെ. അടിപൊളിയാണ് സെലക്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോ കാണാട്ടാ. Bye!